ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ ജോത്സ്യൻ വന്ന് സമയം കുറിക്കുന്നുണ്ട്. അവരുടെ കല്യാണത്തിനുള്ള സമയം വീട്ടിൽ തന്നെ നടത്തുന്ന ചടങ്ങാ. അതാ വസുന്ധരയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാ. പക്ഷേ ആ വിവാഹം നടക്കാൻ പാടില്ല. അതെ, യഥാർത്ഥത്തിൽ അഖിലിന്റെയും ശ്യാമയുടെയും സമയം നമ്മളാ കുറിക്കുന്നത്. അവരുടെ നാശത്തിന്റെ സമയം. നമ്മളെ 3 കൂട്ടരും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് ആ വീടിന്റെ അസ്ഥിവാരം തോണ്ടി ആ കുഴിയിൽ അഖിലിനെയും ശ്യാമയും അടക്കം ചെയ്യാം. കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ജഗൻജി ആ അശ്വതിയുടെ കാര്യങ്ങൾ നോക്കണം. ഞാൻ അഖിലിനെ കൈകാര്യം ചെയ്തോളാം. വീട്ടിനകത്തെ നീക്കങ്ങൾ ഐശ്വര്യയും. ശ്യാമേ, ഇരിക്കൂ. അഖിൽ, ഇരിക്കൂ. ഞാൻ കണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജാതകങ്ങളായത്. ഒരു വലിയ ആളായി ഈ ഇരിക്കുന്നത്. അതെ, ഞങ്ങളുടെ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആളാ. ഹേയ്, കമ്പനിയും ജോലിയൊന്നും അല്ല, അതിലുമൊക്കെ വലിയ ആള്. ജാതകം അങ്ങനെയാ പറയുന്നത്. ആ ശ്രേഷ്ഠത അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും ആണെങ്കിലും കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ? അയ്യോ തിരുമേനി, 2 പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ട്. താലികെട്ടല്ല, ദാമ്പത്യ ബന്ധമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മുറിയിലാണെങ്കിലും വളരെ അകലത്തിലാ 2 പേരും. പക്ഷെ മനസ്സുകൊണ്ട് ഏറ്റവും അടുത്തും. ഇതെന്തൊക്കെയാ പറയുന്നത്? ആർക്കറിയാം. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു, ഒരുപാട് കണ്ണീരും കുടിച്ചു അല്ലേ? തിരുമുൽപ്പാട് പറയുന്നതൊക്കെ അക്ഷരം പ്രതി ശരിയാ. ഭഗവാൻ, ജാതകവിധിയിൽ കാണുന്നത് ഇവരുടെ കല്യാണം ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂന്നാ. ഇതുവരെ നടന്നതൊക്കെ ദൈവത്തിന്റെ പരീക്ഷണങ്ങളാണ്. പരസ്പരം ഒന്നുചേർന്ന 2 മനസ്സുകളെ ദൈവം ഒരു വീട്ടിലെത്തിച്ചു. ഇനിയാണ് ഒന്നിച്ചു ചേർക്കാൻ പോകുന്നത്. പതിനഞ്ചാം തീയതി വ്യാഴം ശുഭമുഹൂർത്തമാണ്. വ്യാഴം നല്ലതാ. മിണ്ടാതിരിക്കും. വളരെ പ്രത്യേകതയുള്ളൊരു കല്യാണമാണ് നടക്കാൻ പോകുന്നത്. വിവാഹം കഴിഞ്ഞതാ, എന്നാൽ കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ചധികം നിഷ്ഠകളൊക്കെ വേണ്ടിവരും. എന്താണെങ്കിലും ചെയ്യാൻ തിരുമേനി. ചെങ്കൽ ക്ഷേത്രത്തിൽ പോയി ശിവപാർവതി പൂജ ചെയ്യണം. ഓ, താലികെട്ടിന് മുമ്പ് ആ പൂജ ചെയ്തിരിക്കണം. ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ പൂജ ചെയ്തേ മടങ്ങാവൂ. ചെയ്തോളാം തിരുമേനി. അതെ, ഞങ്ങൾ പോയി പൂജ നടത്താം.
വരൻ നിർവഹിക്കണം. ആ പക്ഷേ തിരുമേനി, എനിക്ക് ഓഫീസിലെ ചുമതലകളുണ്ട്. അപ്പൊ ഇവിടുത്തെ പൂജാ കാര്യങ്ങളൊക്കെ. മോളെ, ചടങ്ങ് കഴിയുന്നവരെ ഓഫീസ് ജോലിയൊക്കെ വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതി. ഫയലുകളൊക്കെ വീട്ടിൽ എത്തിക്കാം അല്ലേ? ഓ, എത്തിക്കാം. പിന്നെന്താ? ആദ്യം നടക്കുന്ന വിവാഹമായി സങ്കല്പിച്ചു തന്നെ വിവാഹ വസ്ത്രങ്ങൾ എടുക്കണം. മഞ്ഞച്ചരടിൽ കോർത്ത് താലി വേണം. രണ്ടും പൂജാമുറിയിൽ പൂജാദ്രവ്യങ്ങളോടൊപ്പം വെക്കണം. ശരി. പൂജ ചെയ്യണം. പ്രതിശ്രുത വരൻ എല്ലാ ദിവസവും വധുവിന് ഉപചാരങ്ങൾ ചെയ്യണം. തിലകം ചാർത്തലും എണ്ണ ചാർത്തലും ഒക്കെ. അതൊക്കെ വരൻ നിർവഹിക്കണം. തിരുമേനി, ഒരു സംശയമുണ്ട്. എന്താ? എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ വിവാഹം മുടങ്ങിയെന്നിരിക്കട്ടെ, അപ്പൊ എന്ത് ചെയ്യണം തിരുമേനി? ഐശ്വര്യ, നീ എന്തൊക്കെയാ സംസാരിക്കുന്നേ? മനസ്സിലുള്ള ചില കാര്യങ്ങള് പുറത്തു വരുന്നത് നല്ലതാ. എന്തായാലും ആ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ തീരുമാനിക്കാം. കൃഷ്ണനാണ് ഇഷ്ടദൈവം അല്ലേ? അതെ തിരുമേനി. കൃഷ്ണനെ പ്രാർത്ഥിച്ചോളൂ. തുളസിപ്പൂ അർപ്പിച്ച് തന്നെ പ്രാർത്ഥിച്ചോളൂ. കൃഷ്ണ തുളസി തന്നെ ആയിക്കോട്ടെ. കൃഷ്ണ തുളസി. കൃഷ്ണതുളസി എന്ന ഗായികയുടെ പാട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത ഗാനം ആസ്വാദക മനസ്സുകളെ കീഴടക്കുകയാണ്. കൃഷ്ണതുളസി എന്ന ഗായിക അജ്ഞാതയെ തുടരുകയാണ്. കൃഷ്ണതുളസിയുടെ പാട്ടോടുകൂടി ഈ ആഴ്ചത്തെ കൾച്ചറൽ ഡെസ്ക് അവസാനിക്കുന്നു. ആരുടെ ശബ്ദം ഇത്? എവിടെയാ ഞാനിത് കേട്ടിട്ടുള്ളത്? ഈ കൃഷ്ണ തുളസി കാരണം ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ. ഹലോ മാഡം. ഹലോ ശ്യാമ, ഞാൻ അരുന്ധതി. പറയൂ മാഡം. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സോങ് ട്രെൻഡിങ് ആവുന്നത് ശ്യാമ ശ്രദ്ധിച്ചോ? ഏത് പാട്ടാണ് മാഡം? അല്ല, ഓഫീസ് ജോലിയും ഇവിടുത്തെ കാര്യമൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഏത് പാട്ടിനെ കുറിച്ചാണ് മാഡം പറയുന്നത്? പാട്ട് പാടിയിരിക്കുന്നതേ ഒരു കൃഷ്ണ തുളസിയാ. അങ്ങനെയാ കാണുന്നേ. പക്ഷെ ശബ്ദം അസൽ ശ്യാമയുടേത് തന്നെ. എന്റെ ശബ്ദം പോലെയോ? എന്റെ പോലത്തെ ശബ്ദത്തിൽ ആരോ പാടിയെന്നോ? ഏത് പാട്ടാ? എനിക്കൊന്ന് അയച്ചു തരുമോ? ശ്യാമ പാടുന്നതിനേക്കാൾ ഒരല്പം കൂടി ബെറ്റർ ആയിട്ടുണ്ട്. എനിക്കും മോൾക്കും ഒരു സംശയമുണ്ട്. എന്ത് സംശയമാണ് മാഡം? സത്യം പറയണം, ഈ പാട്ട് ശ്യാമയല്ലേ പാടിയിരിക്കുന്നത്? എന്താ മാഡം, എന്താ പറഞ്ഞത്? ശ്യാമയുടെ അതേ ശബ്ദം. ഇതിപ്പോ ശ്യാമ പാടിയതാണോ എന്നൊരു സംശയം. അയ്യോ, ഞാൻ പാടിയതാണെന്നോ? ഹേ, ഒന്നാമതേ എനിക്ക് പാട്ടില് താല്പര്യമില്ല. പിന്നെ വിസ്മയ്ക്ക് വേണ്ടി പാടുന്ന പ്രശ്നങ്ങൾ ആവോളം ഉണ്ടല്ലോ. സത്യം പറയാം മാഡം, പാട്ടൊന്ന് കേട്ടാലേ എനിക്ക് പേടിയാ. പിന്നെ അതാരാണ് ഈ കൃഷ്ണ തുളസി? ഞങ്ങൾ പലരോടും അന്വേഷിച്ചു. അങ്ങനെ ഒരു പാട്ടുകാരിയെ കുറിച്ച് ആർക്കും അറിയില്ല. ആരാണാവോ ഈ കൃഷ്ണ തുളസി? കേട്ടിട്ട് എനിക്കും ടെൻഷനാവുന്നു. ആ കൃഷ്ണ തുളസി ഞങ്ങൾക്ക് ഭീഷണിയാ. അതുപോലെ നിനക്കും ഭീഷണിയാ. നോക്ക് ശ്യാമേ,
നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കൃഷ്ണൻ തുളസിയെ കണ്ടുപിടിക്കണം. അത് മാഡം മാഡം ഞാൻ പറയുന്നത് നമുക്കതങ്ങ് വിട്ടുകളയാമെന്നാ. വിട്ടുകളയാനോ? ഇത് ഭാവിയെ ബാധിക്കുന്ന പ്രശ്നോ? എന്ത് സംഭവിച്ചാലും ശരി, ഇത് വിട്ടുകളയുന്ന പ്രശ്നമേ ഇല്ല. കണ്ടുപിടിക്കും. ആരാണ് കൃഷ്ണ തുളസി? എന്തിനാണ് അവള് ഫോട്ടോ ഒന്നും വെക്കാതെ സോഷ്യൽ മീഡിയയിൽ പാടുന്നത്? ഒക്കെ കണ്ടുപിടിക്കണം. മാഡം ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കൃഷ്ണ തുളസിയുടെ പാട്ട് നല്ലതാണെന്നാണോ മാഡം പറയുന്നത്? വളരെ ഗംഭീരം. കേട്ടാൽ നമ്മൾ ലയിച്ചിരുന്നു പോവും. ഉണ്ണാനും ഉറങ്ങാനും മറന്നുപോവെന്ന് പറയില്ലേ, അതുപോലെ പാടാൻ വേണ്ടി ജനിച്ചവളാ ഈ കൃഷ്ണ തുളസി. താങ്ക് യു മാഡം, താങ്ക് യു. എന്താ നീ എന്തിനാ ഇപ്പൊ താങ്ക് യു പറഞ്ഞത്? അല്ല അതല്ല മാഡം, മാഡം മാഡം ആദ്യമായിട്ടല്ലേ ഒരാളെ കുറിച്ച് നല്ലത് പറയുന്നേ, അതിന്റെ ഒരു സന്തോഷത്തിനാ. ശ്യാമേ, ഇത് നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. കൃഷ്ണ തുളസി എന്ന് പറഞ്ഞ് പുതിയൊരു ഗായിക വന്ന വിസ്മയ പുറത്താ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ നിനക്കൊരു ഓഫർ തരട്ടെ? എന്താ മാഡം? കൃഷ്ണ തുളസിയെ കണ്ടുപിടിക്കാൻ നീയും ശ്രമിക്കുക. കൃഷ്ണ തുളസിയെ കണ്ടുപിടിച്ച് ഞാനുമായി ഒരു കരാറിലെത്തിക്കുക. അങ്ങനെയാണെങ്കിൽ നീയുമായുള്ള കരാറ് ബ്രേക്ക് ചെയ്യാം. വാങ്ങിയ കാശും നിങ്ങൾ തിരികെ തരണ്ട. മാഡം എനിക്ക് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് മാഡം ഈ പറയുന്നത്. ഞാൻ ശ്രമിച്ചു നോക്കാം. കൃഷ്ണ തുളസിയെ കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കാം. ഓക്കെ ശ്യാമേ, എന്തായാലും നമുക്ക് ഉടനെ ഒന്ന് കാണേണ്ടി വരും. മമ്മി. ഓക്കെ. ശ്യാമയ്ക്ക് അറിയില്ല കൃഷ്ണ തുളസിയെ കുറിച്ച്. അവളെ സംശയിക്കേണ്ട കാര്യമില്ല. അപ്പൊ പിന്നെ ആരാ മമ്മി ഈ കൃഷ്ണ തുളസി? എന്നാലും ഇത്രയൊക്കെ സാമ്യം ഉണ്ടാവോ രണ്ടുപേരുടെ ശബ്ദങ്ങൾക്ക്? പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാ ശ്യാമ പാടുന്ന പോലെ തോന്നൂ. അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഭാവം ശ്യാമയ്ക്കും മുകളിലാ. മമ്മി, എനിക്കാകെ പേടിയാവുന്നു. നമുക്കെന്തോ അപകടം വരാൻ പോകുന്നു തോന്നുക. അരുണേ, എന്താ ഏട്ടാ? നമ്മുടെ അനിയച്ചാരുടെ ടൈം ഉണ്ടല്ലോ, ബെസ്റ്റ് ടൈമാ. സത്യം, അത് ഞാനും പറയാൻ തുടങ്ങിയായിരുന്നു. നല്ലൊരു ഭാര്യയെ കിട്ടി. ആ ഭാര്യ കമ്പനിയുടെ ഹെഡായി. ഇപ്പതേ ആ ഭാര്യയെ മൂന്നാമതും കല്യാണം കഴിക്കാൻ പോകും. നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാ പറ്റില്ല, ചെലവ് ചെയ്യണം അല്ലേ ഏട്ടാ? പിന്നല്ലാതെ. ഓ, ഒന്ന് അടങ്ങ് എന്റെ ചേട്ടന്മാരെ. 15-ാം തീയതി ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ എന്ത് ചെലവാണെന്ന് പറഞ്ഞാ മതി, അതങ്ങ് ചെയ്തിരിക്കും. അത് മതി. അല്ല, ഹണിമൂൺ എവിടെയാടാ? എവിടെ വേണേലും പറഞ്ഞോ, ഞാൻ സ്പോൺസർ ചെയ്യാം. അത്രേ ഉള്ളൂ. ആ ചേട്ടാ, രണ്ടുപേരോടായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടാ? ആദ്യേട്ടനും അമൃത എടുത്തേയും അതുപോലെ അരുണേട്ടനും ഐശ്വര്യ എടുത്തേയും നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒക്കെ പറഞ്ഞ് ക്ലിയർ ആക്കണ ഏട്ടന്മാരെ. നമ്മളും നമ്മുടെ കുടുംബവും ഒറ്റ യൂണിറ്റായിട്ട് തന്നെ പോണം. അതിനകത്ത് ഒരു വിഷമം വരാൻ പാടില്ല, അഭിപ്രായ വ്യത്യാസം വരാൻ പാടില്ല. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കൂടാ. നമ്മൾ ഒറ്റ യൂണിറ്റ് തന്നെ ആയിരിക്കും. നമ്മുടെ ഈ ബന്ധം അങ്ങനെ ആർക്കും തകർക്കാനൊന്നും പറ്റില്ല. ഇതെന്താ പോലീസൊക്കെ?
നമ്മുടെ ജയേഷ്. എടാ ജയേഷേ, എന്നെ കണ്ടിട്ട് എത്ര കാലമായി? നീ ഇവിടെ ചാർജ് എടുത്തോ? കൈയെടുക്ക്. ജയേഷ്, കൈയെടുക്കാൻ. ഏട്ടാ ഇവനെന്താ പറ്റി? കൈ വൃത്തിയാവട്ടെ. ഏട്ടനെന്തിനാ തൊടാൻ പാടില്ലാത്തടത്തൊക്കെ തൊടാൻ പോയത്? അഖിലേ, ഡാ ഓവർ സ്മാർട്ട് കളിക്കല്ലേ. ആ എന്താ ജയേഷേ, നമ്മളൊന്നുമില്ലെങ്കിലും ഒരു കുടുംബമല്ലേ? ആ ഒരു സ്നേഹത്തിന്റെ പുറത്താ ഏട്ടന്റെ തോളത്ത് കൈവച്ചത്. അങ്ങനെ ആരും എന്നെ സ്നേഹിക്കണ്ട. നമ്മളെ ഒറ്റ കുടുംബം അല്ല, 2 കുടുംബമാ. ആയിക്കോട്ടെ സാറേ, ഇനിയും പഴയ കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാ തർക്കിക്കുന്നേ? ജയേഷിന്റെ അച്ഛൻ എന്തുകൊണ്ട് ആ കമ്പനിയിൽ പാർട്ണർഷിപ്പ് കൊടുക്കാത്തതെന്ന് നമുക്ക് 2 കൂട്ടർക്കും വ്യക്തമായിട്ട് അറിയാം. പിന്നെ എന്നോടുള്ള ദേഷ്യം. കോളേജില് ജയേഷ് എന്നെ തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടും നടന്നില്ല. അതിന് ഞാനെന്ത് ചെയ്യാനാ? മുമ്പ് തോറ്റതിനൊക്കെ പകരമായി ഇനി അങ്ങോട്ട് ജയിക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ യൂണിഫോമിന്റെ ബലത്തിലായിരിക്കും ജയേഷ് ഇത് പറയുന്നത്. ജയേഷ് ജയിക്കാൻ ശ്രമിച്ചോളൂ, പക്ഷേ തോൽക്കാതിരിക്കാൻ ഞങ്ങളും ശ്രമിക്കാം. ഞങ്ങൾ 3 പേരും ഒറ്റക്കെട്ട, എന്നും എപ്പോഴും അതങ്ങനെ തന്നെ ആയിരിക്കും. ദേ, ഞങ്ങളിൽ ഒരാളെ വേദനിപ്പിച്ചാ അത് 3 പേർക്ക് നോവും. ഓ, തിരിച്ചങ്ങോട്ടുള്ള പ്രതികരണം ജയേഷ് പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല. ഓഹോ, പഴയ ശത്രുതയൊക്കെ കളഞ്ഞേക്ക് ജയേഷേ. നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. എന്താടാ നിനക്കൊക്കെ പേടിയൊന്നും തുടങ്ങിയോ? പേടിച്ചിട്ടാണെങ്കി അങ്ങനെ. വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട ജയേഷേ. നിങ്ങൾക്ക് വേണ്ടായിരിക്കും, പക്ഷേ എനിക്ക് വേണം. ഓ, അതിനൊക്കെ വേണ്ടി തന്നെയാ ഈ സ്റ്റേഷൻ ഞാൻ ചോദിച്ചു വാങ്ങിച്ചത്. നിന്റെ 3ാം കല്യാണം നടക്കാൻ പോകണമെന്നറിഞ്ഞു. ഒരാശംസ പറഞ്ഞു കളയെന്ന് കരുതിയിട്ട് ഞാനിവിടെ നിർത്തിയത്. ഏട്ടാ, ഈ പറഞ്ഞതില് ഒരു ഭീഷണിയുടെ സ്വരമില്ലേ? ചെറുതായിട്ട്. അഖിലേ, എന്നാടാ നിന്റെ കല്യാണം? 15-ാം തീയതി. ആ, 15-ാം തീയതി. അതിന് ഹണിമൂണിന് അവിടെ പോകണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചോണ്ടിരുന്നത്. ഹണിമൂണിനായിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് അയക്കാം. കാത്തിരുന്നോ. ജയേഷേ, 1 മിനിറ്റ്. പരലോകത്തേക്ക് അയക്കുമെന്നാണോ ജയേഷ് ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് ആദ്യം പോകുന്നത് ജയേഷ് ആയിരിക്കും. നമുക്ക് കാണാം. കാണാം.